വാക്കുവാദം നടക്കണ്ട. അത് കറുത്ത വസ്ത്രക്കാരായിട്ട് വാക്കുവാദം ഉണ്ടാ. ഈ ഭവനത്തിനെ കുറിച്ചും വെള്ളി കൊടുത്തതിനെ കുറിച്ചും. അപ്പൊ വെള്ളി ഞാൻ വാങ്ങിച്ചു തന്നാ പോരെ. ഉണ്ണിയിൽ കൊടുത്തതിന്റെ പൈസ കുറയാതെ കണ്ട് അതിന്റെ നഷ്ട ഈട് വരെ ഞാൻ വാങ്ങിച്ചു തന്നാ പോരെ. അല്ല ഉണ്ണി ഭവനം വേണമെന്ന് പറയണെങ്കിൽ ഉണ്ണിയിൽ വാങ്ങൂ. അതാ ആ ഭവനത്തിന് കുഴപ്പമില്ല, മനസ്സിലായില്ല. അത് ഉണ്ണി വരുത്തി വെച്ചതല്ലേ. ഉണ്ണി വരുത്തുന്നല്ല, ആ ഉണ്ണി വരുത്തി വെച്ചതല്ലേ. അതായത് ഉണ്ണി അതിന്റെ രൂപരേഖകളൊക്കെ വെച്ച് വേറെ തിരിമറി നടത്തിയതല്ലേ. അല്ല ഉണ്ണികൾ എന്ത് പഴച്ചു, ആ ഭവനം എന്ത് പഴച്ചു, മനസ്സിലായില്ല. ആ ഭവനം കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഉണ്ണികൾക്ക് വെള്ളി മതിയെങ്കിലും മതി, അല്ല ഭവനം വേണമെങ്കിലും അതിന് ഞാൻ തരപ്പെടുത്തി തരാന്ന് പറഞ്ഞു. ആ ഉണ്ണിനെ കള്ളത്തരം കാണിച്ച് ഉണ്ണിയോടൊരു വിധം പറഞ്ഞു, ഉണ്ണികൾക്ക് രേഖാമൂലാക്കി ആ മണ്ണിന്റെ കാര്യങ്ങൾ വെച്ച് അതിന്റെ വെള്ളി തരുന്ന അധികാര സ്ഥാനത്ത് വെച്ചിട്ട് വേറെ തിരിമറികൾ നടത്തി. അങ്ങനെയല്ല സംഭവിച്ച്. നാമോദയം പറയും ഉണ്ണി. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും മുടക്കം കൂടാക്കണ്ട എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീരൊരു കൂളത്തിന്റെ കാരം ഒരു പാത്രം നെയ്യ്, അതായത് ഒരു പാത്രം നെയ്യ് ശരീരം ഒഴിഞ്ഞ് മുന്നിലെ ദീപത്തിൽ തെളിയിക്കാൻ പറയാം. മനസ്സിലാവണ്ട. ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞു ഉണ്ണി. രണ്ടുപേരെ പേരും കൊടുത്തു. ഇച്ചിരി ആ എഴുതി കുറിച്ചതൊക്കെ തിരിച്ച് എൻ്റെ തിരുമുമ്പിൽ വെച്ചേക്കണം. മനസ്സിലായില്ല. ഇത് രണ്ടാമത്തെയാ അല്ല ഉണ്ണി. മേടിക്കാനല്ല, അതിൻ്റെ മണ്ണ് കൊണ്ട്. അതുപോലെ തന്നെ ആ മണ്ണിൻ്റെ ഉടമ ആരാന്ന് വെച്ചാൽ അതൊക്കെ പേരെഴുതി കൊടുക്കും. അതായത് ഇന്ന ഉണ്ണിയുടെ മണ്ണിൽ ഞാൻ താമസിക്കുന്നു. ആ മണ്ണിനിക്ക് ഞാൻ പറയുന്നതും അവർ പറയുന്നതും വെള്ളിക്ക് ഒരു ഏറെക്കുറവ് വരുത്തി വാങ്ങിക്കണം. മനസ്സിലായില്ല. അല്ല ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. അവർ പറയുന്ന വെള്ളി മുഴുവനും നിനക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ പറയുന്നത് നിനക്ക് മനസ്സിനായതും തമ്മിലൊരു ധാരണയിൽ വന്ന് ആ മണ്ണെനിക്ക് വാങ്ങണം എന്ന് പറയാം. 30 നാൾ കൂടുമ്പോൾ വെള്ളി കൊടുത്ത് ഇനി എനിക്ക് തങ്ങിപ്പറക്കാൻ പറ്റില്ല, ഈ ഭവനം എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങാനുള്ള വഴി ഉണ്ടാക്കി തന്നെ ആ മണ്ണ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നാമ്പുറത്തോ മുന്നാമ്പുറത്തോ ഇടത്തോ വലത്തോ ആരൊക്കെ അതിന് ശല്യം ചെയ്യണമെങ്കിലും അതൊക്കെ മാറ്റി എനിക്ക് തീർപ്പാക്കി തരണം എന്ന് പറയാം. ആ ചുറ്റവട്ടത്ത് തങ്ങിപ്പറക്കുന്നവരുടെ പേരെഴുതി കൊടുത്തു. അതായത് മുന്നിലും പിന്നിലും ഇടത്തും വലത്തുള്ളവരുടെ പേരെഴുതി കൊടുത്തു. നിനക്ക് പ്രത്യേക ശല്യം ചെയ്യുന്ന ആ പിന്നാമ്പുറത്തുള്ള ആ ഉണ്ണിയുടെ താന്ന് വിളിച്ചാലും എനിക്ക് പരിഭവമില്ല. വിളിച്ചിട്ട് പറയാം, ഞാൻ ഇന്ന കാര്യത്തിന് ഇന്ന ദിക്കിലേക്ക് പോവാ, എൻ്റെ ഭവനം കാത്തേക്കണം, എൻ്റെ പിണിയാളരെ കാത്തേക്കണം, ഞാൻ പോണ കാര്യം പോയി വരുന്നവരെ തടസ്സമില്ലാതെ കണ്ട് എൻ്റെ കൂടെ നിന്നേക്കണം, പോകുന്ന കാര്യത്തിന് ബലമുണ്ടാക്കി നടപടി ഉണ്ടാക്കി തരണം എന്ന് പറയാം കേട്ടാ. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും 2 പേരുടെ പേരിലും എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ കൂളത്തിൻ്റെ ആഹാരം ഒരു കുടം കൊണ്ട് നീര് ഒരു പാത്രം നെയ്യ് കൊടുക്കുമ്പോൾ പറയാം, ദശാന്തി സംബന്ധമായിട്ട് നിന്റെ മകൻ ശൂലക്കാരൻ കുറിച്ച് എന്തെങ്കിലും ജാതക സംബന്ധമായിട്ട് ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് തരണേന്ന് പറയാം. ഇതാ മേടപ്പുലരി കഴിഞ്ഞ ഒരു 7 നാളുക്കുള്ളിൽ എൻ്റെ വെണ്ണക്കാരൻ്റെ ആസ്ഥാനത്തൊന്ന് പോയേക്കണം. മനസ്സിലാവണ്ട. എവിടെയാ? എവിടെയാണ്? ഒരു നേരം അവിടെ ഇരുന്നേക്കണം 2 പേരും. മനസ്സിലായി. അതിനകത്തുണ്ടാവണമെന്ന് ഓരോരോ പൂജയ്ക്കും അതിനകത്തുണ്ടാവണമെന്ന്. മനസ്സിലായില്ല. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവണം. പുറത്ത് പോരുന്ന പറഞ്ഞ അധിക ഭാഗം. മനസ്സിലായി. ഭാഗച്ചാർത്ത് തൊട്ട് എൻ്റെ വെണ്ണക്കാരൻ അന്നം കഴിഞ്ഞ് ഉറങ്ങുന്ന നേരം വരെ അതിനകത്തുണ്ടാവണം. ആ പരിസരത്തുണ്ടാവണം എന്നാ പറഞ്ഞ. മനസ്സിലാവണ്ട. എന്തിനാണ്? വ്യാഴം ഒന്ന് അനുകൂലമാവണം. ആണ് മേടപ്പുലരി ആകുമ്പോഴേക്കും വ്യാഴം മാറി. അതുകൊണ്ടാ ഇതാ വെക്കും. ഇന്ന് തൊട്ട് കർമ്മം തുടങ്ങണം. എന്നാലും അന്ന് എനിക്ക് ബലമായിട്ട് ഉണ്ണികളുടെ പേരിൽ തരുന്ന ദിവസം. അതാണ് എൻ്റെ കർമ്മി. അങ്ങനെ പ്രത്യേകാരോട് ഉണ്ണികളോടും പറയാം. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്യും? ഉണ്ണിയുടെ വെള്ളി തന്നിട്ട് ഇനിയിപ്പോ കറുത്ത ദിനം വരെ കാത്തിരിക്കും. അങ്ങനെ ഒരു ചിന്ത വേണ്ടാന്ന്. മനസ്സിലായില്ല. അടുത്താളൊരു
വാക്കുമാർക്ക് പോയി ഇല്ല. ഈ വിധി പറയൽ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. വിധി പറയാ, കമ്മീഷൻ വരിക, ഒറ്റ 2 പണിയാണ്. അവിടെ അവരെ എത്തിച്ചു തന്ന ചേച്ചിക്ക് അങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് സ്വാമിനെ പറഞ്ഞ് പേടിക്കണമേ. ഇത് നീണ്ടു പോണ്ട കാര്യമില്ലേ? ഇത്രയൊക്കെ ഞാൻ ചുരുക്കി കൊണ്ടു തന്നില്ലേ? 25-ാം തീയതി ആ പിന്നെ നിനക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ലല്ലോ. പിന്നെന്ത്? നിങ്ങൾക്ക് അർഹതപ്പെട്ട മുതലാ അതല്ല ഞാൻ വാങ്ങിത്തരണേ. അർഹതപ്പെട്ട മുതൽ ഉണ്ണി സന്താനങ്ങൾ അത് നല്ലതാണെങ്കിൽ അത് കുറച്ചൊക്കെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താനേ. ഉണ്ണി അതല്ല, അതിന്റെ അപ്പുറത്ത് കളിക്കാൻ നോക്കി. ആ കളി നടന്നത് കൊണ്ടല്ലോ ഇപ്പൊ എനിക്ക് ഈ കളത്തിൽ കയറേണ്ടി വന്ന, അല്ലെങ്കിൽ കയറേണ്ടി വരൂ ഇല്ല. ഉണ്ണികളൊക്കെ വിളിച്ചിരുത്തി എന്തെങ്കിലും എനിക്ക് കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ ഉണ്ണികൾ കൊടുക്കില്ലേ? ഇല്ലേ? അപ്പൊ ഉണ്ണി ഒന്നും തരാണ്ട് നോക്കി അല്ലേ? ഉണ്ണികളൊക്കെ ഒരു എന്തെന്നാ പറയാ, ഒരു ഒന്നിനും കൊള്ളാരുതാത്ത ഒരു ഉണ്ണികളാക്കി. അതായത് ആ ഉണ്ണി സന്താനത്തിന്റെ പെൺസന്താനങ്ങളെ കൂടെ പിറന്ന ഉണ്ണികളെ കൊണ്ടുപോയിട്ട് സന്തതി പരമ്പരയായിട്ട് ഒരു കുറവും കൂടാതെ കണ്ട് നോക്കിക്കൊണ്ടുപോകുന്ന ആ ഉണ്ണികൾക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം പോലും കൊടുക്കാതെ കണ്ട് ആ ഉണ്ണി സന്താനം ഒരു നിർഗിഷ്ട ജീവിയെ കാണുന്ന പോലല്ലേ ഉണ്ണികളെ കണ്ടേ? അപ്പോൾ അത് മര്യാദയ്ക്കാണെങ്കിലോ ഞാനും മര്യാദയ്ക്ക് പോയാനില്ലേ? എനിക്കതിൽ ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഉണ്ണി വടക്കുന്ന് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പരിഭവമൊന്നും പറയേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. എനിക്ക് ആ കളത്തിൽ ഇറങ്ങേണ്ട കാര്യം ഉണ്ടായില്ല. ഇപ്പം ഞാൻ ആ കളത്തിൽ ഇറങ്ങി 25-ാം തീയതി 11 മണി കഴിഞ്ഞാൽ ഞാനത് തീർപ്പുണ്ടാക്കി തരും. കടലാസുണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനെതിരെ അറിയിപ്പ് കിട്ട വേണ്ടു. അപ്പൊ വരും വടിയുമ പാമ്പ് പോലെ. മനസ്സിലായില്ല? എന്തിനാന്നറിയോ? എന്തെങ്കിലും കുട്ടി തായോ എന്നും പറഞ്ഞു, കഴിഞ്ഞതൊക്കെ മറക്ക് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല പറഞ്ഞ ആ ഉണ്ണി വരുന്ന പറഞ്ഞേ. ഏതാ നിന്റെ കൂടെ പറഞ്ഞ ഉണ്ണി? ആ ഒന്നും തരാണ്ട് നോക്കില്ലേ? അത് എന്തെങ്കിലും തായോന്നും പറഞ്ഞു വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പം മനസ്സലിയോ? ചോക്കി അപ്പം മനസ്സലിയോ? അല്ല അത് അന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരാം, കഴിഞ്ഞതൊക്കെ മറക്കെന്നും പറഞ്ഞു വന്നാൽ ഉണ്ണികൾ എന്ത് നിശ്ചയം ഉണ്ടാക്കുന്ന ചോദിച്ചോളൂ. സത്യമാണോ? എനിക്കത്ര പോരെ. എന്താ ഉണ്ണി? അല്ല ഉണ്ണികൾ പോകുന്നില്ല. നീ ഇവരുടെ മനസ്സിന് 2-3 ഉണ്ണികളുടെ മനസ്സിലൊരു ചങ്കലാട്ടം വരുന്നുണ്ട്. അതുകൊണ്ടാ ചോദിച്ചേ. സത്യല്ലേ? അപ്പൊ പടി ഇറങ്ങിക്കോ, ഞാൻ തീർപ്പുണ്ടാക്കിട്ട് കടലാസുണ്ടിൽ പതിച്ച് എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 11 മണി സമയം കഴിഞ്ഞാൽ ഞാനത് 10 പേരെ കേൾക്കാൻ അങ്ങേര് വിളിച്ചു പറഞ്ഞോളൂ. ആരും മുകളിലുള്ള ആള്. മക്കളുടെ കാര്യമൊന്നും ശരിയായില്ല. അപ്പം വീടൊക്കെ ഞാൻ വീടുകൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ട്. വീട്ടിൽ വലിയ അത് വെള്ളത്തിൽ കുടിച്ച് വേദയും കിട്ടുകയാണ്. മൂലം വേദിയാവണം. ഇനി ജയിലേക്ക് വരികയാണ്. ചെറിയ മതി. ഇച്ചിരി മോശം. എത്ര വയസ്സാണ്? മേടമാസം കഴിഞ്ഞാൽ മാറി. ജോലിക്ക് പോകുമ്പോൾ അതൊന്നും ശരിയാവാതെ കർമ്മൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ഉണ്ണിയുടെ ദശാന്തി കൊണ്ടുള്ള ശീലം കൊണ്ടും ഇത് തിരി ഉണ്ട്. എനിക്കുള്ള ആളാ. പക്ഷെ അതുകൊണ്ട് എന്നെക്കാളും മുകളിലേക്ക് പോകാൻ പാടില്ല. നീ സേവിച്ചോ, എന്നെക്കാളും കൂടുതൽ സേവിക്കണ്ട. നീ മനസ്സിലായില്ല? ഞാൻ ഉണ്ണി സേവിച്ചു എന്നല്ല പറഞ്ഞേ. ഉണ്ണിക്ക് മനസ്സിലാവുന്ന ഭാഷയിലാ പറഞ്ഞു. എന്നെക്കാളും കൂടുതൽ സേവിക്കണ്ട. അത് ഇത്തിരി കൂടുതലാ. അത് ഞാൻ നിർത്തി തരാൻ പോക്കോ. എല്ലാ തിങ്കളാഴ്ചയും ചെയ്തു. എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് ഒരു കുടം കൊണ്ട് നീര്, ഒരു കൂളത്തിന്റെ കാലം ആ ഉണ്ണിയുടെ പേരിൽ ഒരു പാത്രം നെയ്യ്, മാതാവ് ശരീരം ഒഴിഞ്ഞ് ഇന്ന ഉണ്ണി, ഇത്രാമത്തെ ഉണ്ണി, ഇന്ന നാമോദയം, ഇന്ന നക്ഷത്രം. ആ ഉണ്ണിയുടെ ശീലം ഒന്ന് മാറിക്കിട്ടുന്നെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു പിടി വെള്ളി ഒരു മഞ്ഞപ്പട്ടിലോ ഒരു കാവി നിറത്തിലുള്ള പട്ടിലോ പൊതിഞ്ഞു കാഞ്ഞ് ചൂലക്കാരൻ്റെ ആസ്ഥാനത്ത് വെക്കാം. മനസ്സിലാവണ്ട? അടുത്ത ആണ്ടക്കോൾക്ക് നിന്റെ ആഘോഷം അവിടത്തെ. മനസ്സിലായില്ല? പഴനിയിലെ ആഘോഷമില്ലേ? അന്ന് ഇത് കൊണ്ടുവന്ന് തരാന്ന് പറയാം. ഉണ്ണികൾക്ക് അവിടെ അടുത്തല്ലേ? അതുവരെ പൊതിഞ്ഞു വെച്ചോ. അപ്പൊ ഈ ഉണ്ണിയുടെ ശീലൊന്നും മാറാൻ വേണ്ടിട്ടാ. ഇതാ അത് അകത്ത് കിടക്കുന്ന മുതലില്ല. അകത്ത് കിടക്കുന്ന മുതലിന്റെ നേരിട്. പിന്നെ സമയത്തിന്റെ ഇത്തിരി മോശമുണ്ട്. അതുകൊണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ വിചാരങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല. ഉണ്ണിയുടെ ചെറിയൊരു കുട്ടിക്കുറുമ്പോ അത് ഉണ്ണിയുടെ സമയത്തില്ല. അത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. നീലം കഴിഞ്ഞ് മഠത്തിലേക്ക് വന്നോട്ടെ. അതിന് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. പോരെ, നിനക്കതല്ല പേടി. ആ വേലപൂരത്തിന് തല്ലും തകരാറുണ്ടാക്കില്ലേ? അതമാതിരി ഉണ്ടാക്കുന്നല്ലേ?
അത് ഉണ്ടാക്കില്ല. അത് കഴിയുന്നൊരു ഭാഗത്ത് കെടുത്തിക്കോളാം ഞാൻ, പോരെ? ഒരു ഭാഗത്ത് കെടുത്തിക്കോളാം. ആ വേല തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്ന ആ ഉണ്ണി അറിയില്ല, പോരെ? പോരെ? വെക്കും. ഞാൻ ദേശത്തെ കാളിയോട് നല്ലവണ്ണം പറഞ്ഞു. ആ വേലപൂരുള്ള എന്റെ കാളിയില്ല, അതിനോട് നല്ലവണ്ണം പറഞ്ഞു. വരട്ടെ, പൈസ കൊടുത്തിട്ട് വാങ്ങുന്നില്ല. വരട്ടെ. അന്ന് നിന്റെ വേലപൂരം കഴിഞ്ഞ് അവസാനിക്കുന്ന നേരം വരെ എന്റെ ഉണ്ണി ഒരു തകരാറിനും പോകരുത്. അവിടെ കിടന്നുറങ്ങിക്കോട്ടെ, എന്തോരം മണിയിലും കഴിച്ചോട്ടെ. മനസ്സിലായില്ല? അങ്ങോട്ട് പോവാനല്ല പറഞ്ഞ, മനസ്സിലായില്ല? കഴിച്ചവിടെ കിടന്നോട്ടെ, മനസ്സിലായ? അങ്ങോട്ട് പോയാൽ തകരാറാവും. അതുകൊണ്ടാ പറഞ്ഞു കഴിപ്പിച്ച് ഞാൻ കെടുത്തിക്കോളാം, പോരെ? നീ പൊക്കോ. മകളിപ്പോ ചെറിയ ഫോണുണ്ട്, സമയം അന്ന് വന്നപ്പോൾ ശരിയായി. പിറ്റേ ദിവസം തന്നെ വിളിച്ചു. ഇപ്പൊ സർക്കാരിന്റെ അത് ശരിയായിട്ടില്ല. നമ്മൾ അന്വേഷണമൊക്കെ അവർ കഴിഞ്ഞില്ല. അന്വേഷണം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത് അവര് ലിസ്റ്റ് പുറത്തിറക്കാൻ പോകും. വരട്ടെ. അപ്പൊ സ്വാമി അതിനൊന്ന് അല്ല, അത് ഞാൻ കടലാസുണ്ടിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിനക്ക് അറിയിപ്പ് കിട്ടല്ലേ വേണ്ടു. നീ പേടിക്കണ്ട. അതല്ലേ പറഞ്ഞ എത്രയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞ? എന്റെ വെള്ളാട്ടാകുമ്പോഴേക്കും അതിന് തീർപ്പാക്കി തരും. എന്റെ കാര്യം കൂടി ഇനി അതാണ് എന്തിനാ നിനക്ക് പേടി? നിന്റെ സന്താനങ്ങളൊക്കെ നല്ല അധികാര സ്ഥാനങ്ങളിൽ വരുമ്പോ നിനക്ക് എന്തിനാ ഭയപ്പാട്? അല്ല, ആ ഉണ്ണികൾക്ക് അങ്ങനെ ഒരു പേരും വരുമ്പോ ഒരു ഇരിപ്പിടം, ഒരു കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേര് നിനക്കല്ലേ? ആ പേര് ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? ഒക്കോ? നാളെ നീ ഇറക്കിയാലും കൂടുതൽ കൊയ്ത്ത് കഴിഞ്ഞ് കാറ്റത്തിട്ട് ചാക്കിനകത്ത് കൂട്ടിക്കെട്ടിത്തരാം, പോരെ? കുറച്ച് എനിക്ക് തന്നേക്കണം എൻ്റെ വെള്ളാട്ടിന്, എൻ്റെ നേദ്യത്തിനുള്ളത് തരാം. അരി കുത്തി ഉണക്കി ചേറ്റി കൊണ്ടുവന്നേക്കണം. എൻ്റെ വെള്ളാട്ടിന് എൻ്റെ നേദ്യത്തിനുള്ളത്, അത് നിന്റെ വക, പോരെ? വെക്കും. കാര്യവേദനയാണ് ഭയങ്കര. ബാക്കിയൊക്കെ കറക്റ്റായി, കാര്യം മാത്രം ശരിയാക്കി തരാം. നീ പൊക്കോ. സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ള സമയങ്ങളെ സ്ഥലം കിട്ടേണ്ട കാര്യത്തിന് കിട്ടേണ്ട കാര്യം ഒരു സ്ഥലം കൊടുത്തു, 5 സെന്റ് കൊടുത്തു. ഒരെണ്ണം കച്ചവടമായി. ഒന്നല്ല, 3-4 സ്ഥലമുണ്ട്. അതൊന്ന് 4 സ്ഥലം ഉണ്ടാവും. ഇതിൽ തന്നെ അതേ കൊടുത്തേക്കാം, പോരെ? നക്ഷത്രം വന്ന് നോക്കുന്നുണ്ട്. തരാം. ഉണ്ണിയുടെ പേരിലല്ല എല്ലാം തരാം. അപ്പൊ നീ പൊക്കോ. അതെ, സന്താനത്തിന്റെ ഒരു ദശാന്തി ഉണ്ട്, അതുകൊണ്ടാണ് തരാം. അപ്പോൾ എനിക്കൊരു സംശയം എന്താ പറയുക, അവിടെ ഒരു കച്ചവടക്കാരുണ്ട്, കളിക്കുന്നുണ്ടോ? അത് തന്നെയല്ല പറഞ്ഞ് തരാം. ആ ഉണ്ണി അവിടെ, ആ ഉണ്ണിക്കേ നിന്നോട് പറഞ്ഞാലും തുക കയറ്റി വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ല? നീയൊരു തുക പറഞ്ഞിട്ടുണ്ട്, ഏതിന്? ഒരു പിടി മണ്ണിന്. അതിനും കയറ്റി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ തുകയിലെ ഒരു വിഹിതം നിനക്ക് കിട്ടും, ആ കയറ്റി വെക്കുന്ന വെള്ളി മുഴുക്കനായിട്ടും കിട്ടും, അപ്പുറത്ത് പറഞ്ഞ വെള്ളി വേറെയും കിട്ടും. അങ്ങനെ ഒരു വ്യാപാരത്തിൽ 3 വിഹിതം കിട്ടും. ആ 3 വിഹിതം ഉണ്ണി കൊണ്ടുപോകണ്ട, ഒരു വിഹിതം കൊണ്ടുപോയി. ആ ഉണ്ണി എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. ആ ഉണ്ണി മണ്ണെടുക്കും, അതിന് ആളെയും തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞ 10 വെള്ളിയാണെങ്കിൽ ആ ഉണ്ണി 12-13 വെള്ളി കയറ്റി വെച്ചിട്ടുണ്ട്. ഈ 10 വെള്ളിക്ക് നിനക്ക് കൊടുക്കണം, ഇല്ലേ? അങ്ങേർക്ക് പറഞ്ഞ തുക അവിടെ നിന്നും കിട്ടും, ഇല്ലേ? 13 വെള്ളി അതിൽ നിന്നും തുക കിട്ടും, ഇല്ലേ? അപ്പൊ ആർക്ക് പോയി? മനസ്സിലായില്ല? നിന്റെ മണ്ണിന് 3 വെള്ളി കയറ്റി വെച്ചേക്കാം, നീ പറഞ്ഞേക്കാളും. അങ്ങനെ കയറ്റി വെച്ചിട്ട് ഉണ്ണി വ്യാപാരം ഉണ്ടാക്കണ്ട. നിന്റെ ഒരു മണ്ണ് വിറ്റുണ്ടെങ്കിൽ മീതുള്ള ഞാൻ വിറ്റു തരും. വ്യാഴം പ്രസാദിച്ചു നിൽക്കുന്ന സമയാ, നീ പേടിക്കണ്ട. ഞാനല്ല പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാനത് നോക്കി വെച്ചിട്ട് നാളുകനായി. ആ ഉണ്ണി എവിടെ വരെ ഓടുന്നു ഞാനും നോക്കട്ടെ. നിന്റെ ദേശത്തെ വേലപ്പൂരം എൻ്റെ കാളിയുടെ കഴിഞ്ഞോട്ടെ. അപ്പൊ ആ ഉണ്ണിക്ക് ചെറിയൊരു സമ്മാനം ഞാൻ കൊടുക്കും. അപ്പൊ ഉണ്ണി എൻ്റെ നിലയിലേക്ക് വരും കേട്ടാ. നീ ഒന്ന് വിൽക്കാനേ പാടുണ്ടായുള്ളൂ. ഒന്ന് വിൽക്കാതെ നീ 4 വിൽക്കാൻ എനിക്കൊരു പാടില്ല. ആ ഉണ്ണി അങ്ങനെ വെള്ളി കൊണ്ടുപോണ്ട. അറിഞ്ഞ് വിശ്വസിച്ചാൽ ഞാൻ നടത്തി തരും. ഞാൻ നടത്തില്ല എന്ന് നിനക്ക് സന്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ നടത്തി തരില്ല. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ നിനക്ക് ഇവിടെ കയറി വന്നപ്പോഴും 2-3 വട്ടം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി, മനസ്സിലായ? ആ ഉണ്ണിക്കണ്ട അധികാരപത്രം കിട്ടാൻ അതൊക്കെ ഞാൻ നടത്തി കൊടുക്കുന്നത് തന്നെയാ. ഇപ്പൊ ആ പുഞ്ചക്കണ്ടം വേറിയതും കഴിഞ്ഞ്
കൊയ്ത് കയറേണ്ട സമയമായി. അതൊക്കെ ഞാൻ തന്നെയാ, മനസ്സിലായ? അവിടെ കാവലിരിക്കുന്നത് ഞാനാ. ഇതാ ഒക്കെ നീ പകുതിക്ക് വെച്ച് വാക്ക് മാറരുത്. അതായത് മൊബൈൽ കൊണ്ടുവന്നിട്ട് മൊബൈൽ കൊണ്ടുവന്നിട്ട് അടുത്ത ആൾ പോയോ? എന്താ പറയണ എന്താ പറയണ നിന്റെ നക്ഷത്രം പറഞ്ഞു പോയി, സന്താനത്തിന്റെ പറഞ്ഞു ആരായിട്ട് തർക്കമുണ്ടായിരിക്കണേ? കൂടപ്പുറന്നുണ്ണികളായിട്ട് എന്റെ ഭവനത്തിൽ നിന്ന് വല്ലതും കിട്ടിയ നിനക്ക് അല്ല ഒറ്റ നാണയോ ചെമ്പോലത്തകടോ അതല്ലെങ്കിൽ കോഴിമുട്ട അത് അല്ലെങ്കിൽ അരിമ്പൂവ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയ? ഇപ്പോൾ ചോദ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. തിരക്കൊന്നും എനിക്ക് തിരക്കില്ല. ജപിച്ച് കരട് വെച്ച് കെട്ടിയ നാളികേരം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. തെങ്ങുമെന്ന് വീണ ചകിരോട് കൂടിയിട്ടാണ് നാളികേരം കിട്ടുന്നത്. അല്ലാണ്ട് ചിരട്ടായിട്ട് അങ്ങനെ നീ നിന്റെ പിണിയാളരോട് ചോദിച്ചു വല്ല കോഴിമുട്ട ചെറുന്ന ഇതൊന്നും അല്ലെങ്കിൽ ഒരു ഒറ്റ നാണയം ഭവനത്തിന്റെ എവിടെന്നെങ്കിലും കിട്ടിയൊന്നും ചോദിച്ചു. കർമ്മം തീർച്ച അവസാനം നിന്റെ സമയം എന്നല്ല, നിന്റെ ഉണ്ണി സന്താനത്തിന്റെ അത്തം നക്ഷത്ര സമയം മോച്ചാ. ഇതാ ഇപ്പൊ വേവലാതി കഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. നിന്നെ തല്ലിത് നിന്റെ സമയം തന്നെയാണെങ്കിൽ നിനക്ക് പരിക്കാരിക്കാം, നിന്റെ സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ പിണിയാളർക്ക്. മനസ്സിലായില്ല? ഞാൻ നിനക്കൊരു കർമ്മം ചെയ്താൽ ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വന്ന് നിന്റെ സമയമാണെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക? എന്തായാലും അവിടെ നിന്ന് വെള്ളി വാങ്ങിച്ചു, നിന്നെ തല്ലാന്നും പറഞ്ഞു. മനസ്സിലായില്ല? ഞാൻ അവിടെ നിന്നേ വെള്ളി വാങ്ങിച്ച് നിന്നെ തല്ലാന്ന് പറഞ്ഞ് നിന്റെ ഭവനത്തിൽ കയറി. അപ്പൊ നിന്റെ സമയം തന്നെ. അപ്പൊ ഞാൻ ആരെങ്കിലും തല്ലിയിട്ട് പോകും. മനസ്സിലായില്ല? ഞാൻ വന്നു എന്നല്ല പറഞ്ഞ, നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞെന്താ? അപ്പൊ മോശ സമയം ആരെയാ? നിന്റെ സന്താനത്തിന് തല്ലിയാൽ നിനക്ക് വേവലാതി ഉണ്ടാവില്ലേ? ഇല്ലേ? നിന്നെ തല്ലിയാൽ നിന്റെ പിണിയാളർക്ക് മാതാവിന്റെ പിതാവിന് ഉണ്ടാവുള്ളൂ. നിന്റെ സന്താനത്തിന് തല്ലിയാലോ നിന്റെ നിനക്കുണ്ടാവും, നിന്റെ പിണിയാളർക്ക് ഉണ്ടാവും വേഷം. ഇല്ലേ? വിഷമസന്ധ്യ ഇല്ലേ? അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. നീ അതൊന്ന് കർമ്മം തീർത്ത് നിന്റെ ഭവനത്തിൽ ഒരു രക്ഷ കൊണ്ടെന്ന് വെക്കും. ഞാൻ വഴി ഉണ്ടാക്കി തരുന്നത്. എല്ലാ സന്താനങ്ങളും ഉള്ളിൽ കൊണ്ടുപോരെ കേട്ടാ. ഭവനത്തിന്റെ 4 ഭാഗത്തുള്ള മണ്ണ് പ്രത്യേകാലി യൂണിനെ കൊണ്ടുപോരെ കേട്ടാ. ആ ഔഷധം നല്ലത് ഇത് വേണ്ട. ഏത് നീ എവിടുന്നാ വരണേ? നിന്റെ ദേശത്തുണ്ടല്ലോ നല്ലത്. അപ്പൊ നീ അങ്ങോട്ട് പോങ്ങേ. അതായത് മലയാളത്തിൽ നിന്റെ ദേശത്ത് നല്ല ഔഷധക്കാരുണ്ടെന്ന്, കുറുന്തോട്ടി തൊട്ടുള്ള ഔഷധക്കാരുണ്ടെന്ന്. മനസ്സിലായി? ഇത് താൽക്കാലികം ഉണ്ടാവുള്ളൂ. അതാകുമ്പോഴോ ഇത് പൈതലല്ലേ, 10-14 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അടുത്താളൊരു ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമാവാസിക്ക് വരണം, പിന്നെ സ്വാമി ഉടനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് കർമ്മം ചെയ്ത് സ്വാമി നമുക്ക് വന്ന ആ കാര്യങ്ങൾക്കായിട്ട് നടക്കുമ്പോൾ ഒന്നിച്ച് ഒരു ചമ്പോലത്തകട് കൊടുക്കണ്ടേ? ഇനി വരുമ്പോ ഒരു ചമ്പോലത്തകട് നിന്റെ കയ്യിൽ വെച്ചു. മനസ്സിലായില്ല? എന്തിനാന്നറിയും? ഇതൊക്കെ മനസ്സ് മാറി കിട്ടാം. ഇനി വരുമ്പോ ഒരു ചമ്പോലത്തകട് വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കുന്നു. മനസ്സിലായോ? ഇറങ്ങുന്ന വഴിക്ക് എന്നെ വിളിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാ. ഞാൻ നിന്റെ കൂടെ രക്ഷയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നീ ചോദിച്ച ആവശ്യം നടത്തി തരാൻ വേണ്ടിയിട്ടാ. മനസ്സിലാവണ്ട? ഈ കാര്യം മാത്രമേ പറയണ്ടോ? ഇതെനിക്ക് തരപ്പെടുത്തി തരണം, വേറെ ഒന്നും വേണ്ട. മുഴുവൻ മുടങ്ങിപ്പോണം. വരുന്ന ബന്ധങ്ങൾ മുഴുവൻ മുടങ്ങിപ്പോണം. ആരോടും വന്നോട്ടെ, ആ ബന്ധങ്ങളെല്ലാം മുടങ്ങി എനിക്ക് തന്നെ പെൺകുട്ടിനെ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നാളെ നീലപ്പട്ടില് കടലിന് നാണയം നോക്കിയാൽ
അതായത് അതിനകത്ത് എന്താ പറഞ്ഞെന്നറിയോ, നിന്റെ പേര് എഴുതാൻ നിന്റെ മാതാവിൻ്റെ പിതാവിൻ്റെ പേര് ദേശം നക്ഷത്രം, ആ പെൺസന്താനത്തിൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ പേര് എഴുതാം, ആ പെൺസന്താനത്തിൻ്റെ പേര് എഴുതിയിട്ട് എൻ്റെ ഇല്ലത്തിൻ്റെ പേര് എഴുതിയിട്ട് പറയാം ഇതെനിക്ക് നടത്തി തരണം, ഇത് തന്നെ എനിക്ക് വേണം. വേറെ ആരും ആ പറമ്പിനകത്ത് കയറരുത്. അടുത്താളൊരു അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് നിനക്ക് ബാധകാവാതെ കണ്ട് നോക്കിയാ പോരെ? പെട്ടെന്ന് തീർത്തല്ലോ. എല്ലാവരും അവരെന്ത് പറഞ്ഞു? കഴിഞ്ഞ ഞായറാഴ്ച സംസാരിക്കാമെന്ന് പറഞ്ഞു. അത് പിന്നെ ഒരു വിവരമില്ല. അപ്പം ഞാന്ന് വിളിച്ച് കഴിക്കുമ്പോഴാണ് പറഞ്ഞത് അത് അത്ര ഇതല്ലാന്ന് വേറെ ഒരാൾ പറഞ്ഞു. വേണ്ട ഉണ്ണിയ, ആ വന്ന ഉണ്ണിയുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. ആരെ പറഞ്ഞെന്ന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അവര് തിരിച്ചു വന്നാലോ സ്വീകരിക്കല്ലേ? ശരിയല്ലേ? അച്ഛനും അമ്മയ്ക്കും ഇത് മോശം വരുന്ന ഒരു അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ആ ഉണ്ണികളോട് ഉണ്ണിയെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, എന്താന്ന് പറഞ്ഞിട്ടില്ല. മീതി നക്ഷത്രം കൊണ്ടൊക്കെ നല്ല പൊരുത്താ. ആ ഉണ്ണി സന്താനത്തിന് അത്ര യോജിച്ച് നക്ഷത്രം വന്നിട്ടില്ല. ഇല്ല, എല്ലാം തീർപ്പാ. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ പറഞ്ഞത് കേൾക്കുണ്ണി, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കും. മനസ്സിലായില്ല? എനിക്ക് പിഴവ് പറ്റില്ല. ആ ഉണ്ണിയോട് അതായത് ഉണ്ണിയെക്കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ ഉണ്ണിയുടെ ഭവനത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭവനത്തിൽ വേണോ വേണ്ടെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടാ? വേണ്ടെന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരാൾ വഴിയാണ് വന്നത് ഇതാണ്. അപ്പം അവരോട് ഞാൻ ചോദിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും അവരുടെ പേരൊന്നും എഴുതി കൊടുക്കും, ഞാൻ നോക്കട്ടെ. സ്വാമി, അതുപോലെ എനിക്ക് വേറെ ആലോചനകൾ വരുന്നുണ്ട് മാർച്ചിൽ നോക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നടപടി നടക്കട്ടെ. അതുപോലെ മുത്തശ്ശി പെരുമ്പാവൂർക്ക് പോവാന്ന് പറഞ്ഞു അമ്മയുടെ അടുത്തേക്ക്. ഇതുവരെ പോയിട്ടില്ല. അവിടെ പോടാ ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. അതിനുശേഷം ഈ വന്ന കാര്യം ആർക്കറിവ്? വേറെ വേറെ ആർക്കും അറിയില്ല. അവരന്വേഷിച്ചാണോ? അല്ല, മനസ്സിലായില്ല. ഈ വന്ന കാര്യം ആർക്കറിവ്? മുത്തശ്ശിക്കോ? പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞു. മുത്തശ്ശിക്ക് അറിവുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടാ? ഇല്ല ഇല്ല. ഒരു തരത്തിലുള്ള പെണ്ണിന്റെ വാക്കിനുള്ള പോയേക്കണം. അതുകൊണ്ടാണ് ചോദിച്ചത്. പറഞ്ഞ പോലെ അല്ല അത് തന്നെ ഞാനും പറഞ്ഞോളൂ. അത് തന്നെ ഞാനും പറഞ്ഞോളൂ. ഇതിനകത്ത് പിന്നെ ഞാൻ എൻ്റെ മാതാവ് ഒരു ഇല്ലത്താക്കിയിട്ട് ഞാൻ പോകുള്ളൂ.
നക്ഷത്രമല്ലേ? മീനം കഴിക്കണം. അല്ല, മീനം കഴിയണം. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മീനം കഴിയണം. സമയം കൊണ്ട് ഇച്ചിരി ഇങ്ങോട്ടുണ്ട്. അപ്പൊ അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് വെള്ളി കിട്ടുന്ന സ്ഥലത്തുനിന്ന് വെള്ളി വാങ്ങാനായിട്ടുള്ള ഉടമകൾ ഈ വെള്ളത്തിന്റെ പേര് അപ്പൊ കുഴപ്പമില്ല. നീ നല്ലവണ്ണം പറഞ്ഞിട്ട് അങ്ങയുടെ നക്ഷത്രമായിരുന്നു അതിന്റെ വേറെ കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ അരിഷ്ടതകളുണ്ട്, അത് അതിന് തന്നെ അനുഭവിക്കണം. ആ മനസ്സിലായില്ല? തട്ടുമുട്ടുണ്ടാവാം, വീഴ്ചയുണ്ടാവാം, നീണം വരാം. മനസ്സിലായി? എവിടെയെങ്കിലും പൊട്ടിപ്പറഞ്ഞ് നീണം വരാം. അതുപോലെ തന്നെ വേണ്ടതും വേണ്ടാത്തതും കുറിച്ച് ചിന്തിക്കാം. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് പലരും വന്നു കാണിട്ട് ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യാം. അല്ല, അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതൊക്കെ ആ നക്ഷത്രം കൊണ്ട് അനുഭവിച്ച് തീരണം. ഈ മീനും പകുതിയാൻ പിടിക്കും ഒക്കെ തീർക്കും. ഞാനേ തന്നേക്കാൻ വന്നില്ല, നീ പേടിക്കണ്ട. മീനമാസം 10 വരെ നീ ഒന്ന് കാത്തി. അതിന് ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല, വെള്ളി ചോദിച്ചു. പിന്നെന്തേ നിന്റെ സങ്കടം പറഞ്ഞു കണ്ട് എന്ന് ഞാൻ പ്രവർത്തിക്കാം. നിന്നോട് ഞാൻ ഒരു വെള്ളി ചോദിച്ചിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞു ഞാനത് പടിപടിയായിട്ട് തീർപ്പുണ്ടാക്കി തരാം. 2 കാര്യത്തിന് തീർപ്പാ. ഇനി അവരതിന് മുകളിലേക്കുള്ള കറുത്ത വസ്ത്രക്കാരൻ്റെ അടുത്ത് പോവില്ല, അതോണം. രണ്ടാമത് ഈ പറഞ്ഞ വെള്ളി ഇങ്ങനെ തിരിച്ചു വെക്കണമെങ്കിൽ ഈ ഉണ്ണി പറഞ്ഞ ഈ തീയതി ഒന്ന് അവസാനിക്കും. അപ്പൊ കടമ തീർന്നു. ആ മനസ്സിലായില്ല? നീ പരിപാലിക്കുണ്ടായിരുന്നു, പരിപാലിച്ച് കടമ തീർന്നു. ഇനിയിപ്പോ നിന്നെ തിരിച്ചു സഹായിക്കണ്ടേ? നീ അല്ല, അവരിപ്പോ എന്താ നിശ്ചയിക്കണം? നിനക്ക് ഇപ്പൊ ഒരു കെട്ടുനഷ്ടം വന്നിരിക്കുന്ന സമയത്ത് തിരിച്ചു സഹായിക്കണം. അവർ കൊണ്ടുവന്ന ഓരോ പണ്ടുമാനങ്ങളും അതിന് സന്നദ്ധരല്ല. മനസ്സിലായില്ല? അപ്പൊ ആ വഴിക്ക് പൊക്കോട്ടോണ്ട് ഒരു പാത്രത്തിൽ പോകുന്നതിന് പലതും പല രീതിയിൽ പോയില്ലേ. വിത്തുന്ന അല്ലേ, പാത്രം ശരിയല്ലേ? നീ പരിപാലിച്ചു, അതിന് സന്തോഷക്കുറവില്ല. അവനുണ്ട്, അത് നീ ചെയ്യേണ്ടത് നീ ചെയ്തു. നിനക്ക് ഇപ്പുറത്ത് ഞാനതിന് വേറെ കൂലി തന്നാൽ പോരെ? അവിടുന്ന് കൂലി നീ വാങ്ങണ്ട പോരെ? നിന്റെ ഉണ്ണിക്ക് കൊണ്ടുവന്ന ഉണ്ണിയും അതുപോലെ തന്നെ സന്തോഷമായിട്ട് നിന്നെ പരിപാലിക്കും. അപ്പൊ ആ കടം തിരിച്ച് നീ എന്ത് വെച്ചില്ല, അത്രേ ഉള്ളൂ. നീ പിന്നെന്താ വേണ്ടേ? ഞാൻ പറഞ്ഞത് എൻ്റെ വെള്ളാട്ടിന് മുമ്പ്, നീ അതിനു മുമ്പ് തരപ്പെടുത്തി. ഞാൻ പറഞ്ഞ എൻ്റെ വെള്ളാട്ടിന് മുമ്പ് മേടപ്പുലരിക്കാൻ നിന്നെ കയറ്റുള്ളൂ പറഞ്ഞു. അതിന് മുമ്പ് കയറി കുംഭത്തിൽ കയറിയല്ലേ? കുംഭം രാശി നിറഞ്ഞ കൂടാ സന്തോഷം. ഇനി എന്താ വേണ്ടത്? അതൊരു കുഴപ്പമൊന്നും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒരാഴ്ചയായിട്ട് ഭയങ്കര ദേഷ്യം എന്ത് പറഞ്ഞാലും അങ്ങനെ അംഗീകരിക്കില്ല. പെട്ടെന്ന് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കില്ല. നക്ഷത്രം പറഞ്ഞേ. മൂലക്കാരാണ് കുഴപ്പം. ആയിലും വ്യാഴം 11 മൂലം വെച്ചിട്ട് അഷ്ടമത്തില. ഓ ഒന്ന് കാത്തിരിക്കും കുറച്ച് ദിനം. ഞാൻ നിന്റെ നക്ഷത്രം കൊണ്ട് നിന്നെ മേടപ്പുലരിക്ക് കാട്ടണം വെച്ചാൽ എന്തുകൊണ്ടാണ്? നിന്റെ വ്യാഴം മേടത്തിലേക്ക് വരുമ്പോൾ പരിപൂർണ സംതൃപ്തിയിലേ വരാം. അപ്പം അതുവരെ ഇത്തിരി കുഴപ്പമുണ്ട്. അപ്പോഴേക്കും അതിന് മുമ്പ് കയറി സന്തോഷം. ഒന്ന് കോപം വരുമ്പോൾ ആരെങ്കിലും ഒരാൾ മാറി നിന്നാൽ മതി. മനസ്സിലായില്ല? അത് ആ നക്ഷത്രത്തിൻ്റെ അല്ലാണ്ട് ഉണ്ണിയുടെ കുഴപ്പമില്ല. അപ്പം എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് ഒരു കുടം കൊണ്ട് നീര് ഒരു പാത്രം നെയ്യ് കൊടുത്തേക്കാം. ശരീരം മുഴിഞ്ഞു കഴിഞ്ഞിട്ട് 2 നേരം എനിക്ക് വെല്ലിട്ടിട്ട് പ്രാർത്ഥിക്കാം. മായക്കാര, എനിക്ക് കോപം വരരുത്. അത് ഉണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ നക്ഷത്രത്തിൻ്റെ ആണ്. മനസ്സിലായോ? സന്തോഷമല്ലേ? എന്നെ ചോദ്യത്തിന് ഉത്തരം ഏതാണെന്ന് എനിക്ക് കാണിച്ചു തരണമെന്നും പറഞ്ഞ് നീ എഴുതിക്കോ, ഞാൻ കുറിച്ച് തരാം. പോരെ?
തലയിൽ തേക്കുന്ന ഔഷധം തേച്ച് വെയിൽ കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു വരും. അപ്പൊ രണ്ടുപേരും കൂടി കൂട്ടിക്കോരോ, കുഴപ്പമുണ്ടാവില്ല. ഇത്തിരി തല്ലോട്ട് മതി. ഇല്ല ഉണ്ണി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മേടപ്പുലരിക്ക് മുമ്പ് നിന്റെ ഭവനം ഞാൻ പൂർത്തീകരിച്ച് അതിന് മുമ്പ് കയറുന്നു ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ഞാൻ മേടപ്പുലരിയാ പറഞ്ഞേ. എന്നുവെച്ചാൽ ഉണ്ണിയുടെ വ്യാഴം 11 വരും. അതാണ് ഞാൻ മേടം കണക്കാക്കി വെച്ചേ. എൻ്റെ വെള്ളാട്ടിന് മുമ്പ് തീർത്തരാന്നാണ്. അപ്പൊ നീ കുംഭത്തിൽ എന്നെ കയറി, അതിന് സന്തോഷം. 1 മാസക്കാലം മുമ്പ് 2 മാസക്കാലം മുമ്പ് എറിഞ്ഞില്ലേ? ഇതാ അടുത്ത ആള് വരൂ. അല്ലെങ്കിൽ ഇനി എൻ്റെ ഇല്ലത്ത് വരുമ്പോഴേ എൻ്റെ ശരിയായിട്ടുള്ള കാളിയുടെ ഇല്ലത്ത് പോയിട്ടൊന്ന് വരും. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അങ്ങേരുടെ നക്ഷത്രമാണ് നിന്റെ നക്ഷത്രം, അതുകൊണ്ടാ പറഞ്ഞു കേട്ടോ. അവരുടെയൊക്കെ പേര് എഴുതി കൊടുത്തു. നീ കൊണ്ടുവന്ന കടലാസ് കൊണ്ടൊക്കെ കൊടുത്തു. ഇതിന്റെ കൊണ്ടുവന്ന് അതെന്താ പടത്തിന്റെ സിനിമയുടെ പേര് തക്കടത്തി അല്ല, അതിപ്പോ ഉള്ളത് നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണം. സാമ്പത്തിക പ്രശ്നം നീ പൊക്കോ. അതിനാണ് കാളിയുടെ ആസ്ഥാനത്ത് നീ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞ. മനസ്സിലായില്ല? ഉണ്ണിയുടെ നക്ഷത്ര അസുരനാണ്. മനസ്സിലായില്ലേ? ഭരണിയല്ലേ നക്ഷത്രം അസുരന്റെ. നല്ല സമയം നാമോദയം പറയുന്നു. പ്രദീപ് പറഞ്ഞു. അതാണ് കുഴപ്പം. അല്ല, ചില നേരത്ത് നല്ല സ്വഭാവം, ചില നേരത്ത് പറഞ്ഞിരിക്കല സ്വഭാവത്തിന് മാറ്റം വരും. മനസ്സിലായില്ല? അത് നിന്റെ കുറ്റല്ലാണ്. ഇപ്പൊ ആ പോയി ഉണ്ണിടും ഭരണിയ പറഞ്ഞിരിക്കില്ല. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോ എത്ര തല്ലുകൂടിക്കോട്ടെ, കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലായി? നീ അങ്ങോട്ട് ചെന്നില്ല, ആ ഉണ്ണി ഇങ്ങോട്ട് അന്വേഷിച്ചത്. പക്ഷെ പറഞ്ഞിരിക്കില്ല. ഒരേ മാതിരി തോളോട് തോൾ ചേർന്ന് നിന്റെ ഭാഷയിൽ കെട്ടിപ്പുണർന്ന് ഇത്തിരി നേരം കഴിയുമ്പോൾ വിധം മാറും. അപ്പൊ തല്ലൂട്ടായി. ചില കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനും പറഞ്ഞു കഴിഞ്ഞാൽ തല്ലൂട്ടുണ്ടാവാം. പേര് പറഞ്ഞു. തിരുവാതിര അച്ഛൻ്റെ നക്ഷത്രം. അച്ഛനെന്താ കോപത്തിന് മോശക്കാരൻ?
മകൾ അതിലും മോശ. മനസ്സിലായില്ല? ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുള്ള നക്ഷത്രങ്ങളല്ല. ആള് പറയുന്നതിൻ്റെ അപ്പുറത്ത് നീ പറയും. അതിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവാതിര അച്ഛനെ ക്ഷമ കുറവാണ്. മനസ്സിലായില്ല? എന്നാൽ ക്ഷമിച്ചാൽ അച്ഛൻ എത്രയോ താഴ്ത്ത് ക്ഷമിക്കും. കോപം വന്ന് അച്ഛൻ്റെ മാതിരി കോപം വരുന്നൊരു കരുവില്ല. അതിലേറെ മോളുടെ നക്ഷത്ര ഭരണി. മനസ്സിലായില്ല? ഒക്കെ ഞാൻ തീർപ്പുണ്ടാക്കില്ല. ഒന്നും മാറാനുണ്ട്. മീനൊന്നും കഴിഞ്ഞോട്ടെ നിനക്ക് വിപുലമായിട്ട് തരാം. തുടങ്ങിക്കോ. തുടങ്ങിക്കോ. തിരുവാതിരയാണ്. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ ആലയത്തിൽ നിന്റെ പേരിൽ ഒരു കൂടത്തിൻ്റെ കാലം ഒരു കുടം കൊണ്ട് നീര് കഴിച്ചേക്കണം. ഒരു പാത്രം നെയ്യ് ശരീരം മുഴുവൻ ഞാൻ അവിടെ കൊണ്ടുകൊടുത്തേക്കണം. മനസ്സിലാണ്? നിന്റെ ദേശത്ത് ശൂലക്കാരനുണ്ടാ, സുബ്രഹ്മണ്യനുണ്ടാ. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഒന്ന് അങ്ങേരത്ത് പോയിട്ട് ഒരളനീര് ശരീരം മുഴുവൻ കൊടുത്തിട്ട് തിരുവാതിര നക്ഷത്രം. അച്ഛനോട് പറയുന്നത് നിന്റെ നക്ഷത്രം അല്ലേ? അപ്പോൾ എന്തെങ്കിലും ദോഷാംശങ്ങൾ അത് തീർത്തരാൻ പറയാം. ശൂലക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയാ, തിരുവാതിര നക്ഷത്രം നീ കുറിച്ചതാ, അതിലെന്തെങ്കിലും വ്യാഴത്തിന് എന്തെങ്കിലും ഏറ്റക്കുറവുകൾ നീ അതൊക്കെ തീർത്ത് എനിക്ക് മീനമാസം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വ്യാഴം പ്രസാദിപ്പിച്ച് തരണം. വെള്ളി കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ കർമ്മമേഖല മുടങ്ങിക്കെടുക്കുക. അതൊക്കെ എനിക്ക് പൊടി തട്ടിയെടുത്ത് വിപുലീകരിച്ച് തരണം. വെള്ളി ഉണ്ടാക്കി തരണം എന്ന് പറയാം. ഇടാ ഇത് കഴിഞ്ഞ് തുറന്നു. മേടമാസം കഴിഞ്ഞ് തുറന്നു. അല്ല, മേടമാസം കഴിഞ്ഞാൽ നീ തുറന്നോണം. വ്യാഴം വന്നു, അതല്ല പറഞ്ഞു. നിന്റെ പുരുഷന്റെ നക്ഷത്രം സമയം നല്ലതാ. മനസ്സിലായില്ല? നിന്റെ സമയം നിന്റെ സമയത്തിന്റെ ദോഷമല്ല. നിന്റെ ഭവനത്തിൽ രാഷ്ട്രാംശങ്ങളൊന്നുമില്ല. നീ വെച്ചോളാൻ അതിനെന്താ കുഴപ്പം? എന്നെ എത്ര ആലയത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന എൻ്റെ തിരുമുമ്പിൽ അത് പാചകം ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നിനക്ക് അത് വ്യാപാരത്തിനല്ലേ, നീ നടത്തിക്കോ. ഞാനല്ലേ പറഞ്ഞു. വെള്ളി കൊടുത്തിട്ടുണ്ടായി. എത്ര? ഇവിടെ വരുന്നതിന് മുമ്പ് കൊടുത്തതല്ലേ? ഞാൻ വന്നപ്പോൾ പറഞ്ഞതല്ലേ നിന്നോട് വെള്ളി പോയോ എന്ന് ചോദിച്ചതല്ലേ? ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞു. അപ്പം നിനക്ക് വാങ്ങിച്ചു തരാം. അതൊക്കെ എഴുതി കൊടുത്തോ, ഞാൻ വാങ്ങിച്ചു തരാം. അല്ല, ആ ഉണ്ണിയെ കബളിപ്പിച്ചതാവും. ആ ഉണ്ണിനെ കബളിപ്പിച്ചതാവും. മനസ്സിലായി? 2-3 ഉണ്ണികൾക്ക് വേണ്ടി തിരിച്ചു കൊടുത്തു പറഞ്ഞല്ലോ. കബളിപ്പിക്കുന്ന ഉണ്ണിയാണെങ്കിൽ അങ്ങനെ ഒരാൾക്കും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അത് മൊത്തം അപഹരിച്ചു കൊണ്ടുപോകാം. മനസ്സിലായില്ല? ആ ഉണ്ണി നല്ല ചിട്ടയുള്ള ഉണ്ണിയാണ്. പക്ഷെ ആ ഉണ്ണിനെ ആരെങ്കിലും വെള്ളി വാങ്ങിച്ച് കബളിപ്പിച്ചിട്ടുണ്ടാവും. മനസ്സിലായി? നിന്റെ വെള്ളി തിരിച്ചു തരും. ചിത്തിര നക്ഷത്ര വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന സമയത്താണ്. ഇപ്പൊ നിനക്ക് വ്യാഴം പ്രസാദിച്ചില്ല. നിനക്ക് ഞാൻ വാങ്ങിത്തരാം. ഇല്ല, നിന്റെ സമയം ഇപ്പൊ നല്ലതാ. നീ ഇപ്പൊ 2 നേരം വെള്ളിട്ടല്ല പ്രാർത്ഥിച്ചു. ഇതാ അല്ല, ഇനി പോണമെന്നുണ്ടാ നിനക്ക്? അത് കൊടുത്തു. അത് കൊടുത്തു. എഴുതി കൊടുത്ത ഞാൻ വഴിണ്ടാക്കാം കേട്ടോ. നീ വാങ്ങിച്ചുകൊണ്ട് നീ പറയുന്ന സമയം കാലം വരെ ശല്യത്തിന് വരില്ല. മതിയാ? എഴുതി കൊടുത്തു.
രണ്ടു നേരം ഭവനം വിട്ടിറങ്ങുന്ന സമയത്തും നീ എഴുന്നേൽക്കുന്ന സമയത്ത് നീ കുളികുറി ദേവാരിതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞതൊന്നും എനിക്കറിയണ്ട. നീ തടുക്ക് പായെന്ന് എണീക്കുമ്പോൾ പറയേണ്ട കാര്യം എന്താ? ഇന്ന ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളി വാങ്ങിച്ചിട്ടുണ്ട്, ആ ഉണ്ണി എന്നെ വന്ന് ശല്യം ചെയ്യരുത്. പടിപടിയായിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് പടിപടിയായിട്ട് കയറി പോരും പോലെ പടിയായിട്ട് ഞാൻ കൊടുത്തു തീർത്തേക്കാം എന്ന് പറയാം. തിരിച്ച് ഭവനത്തിലെത്തുന്ന സമയത്ത് ഒരു വെള്ളിട്ട ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വെള്ളിട്ടിട്ട് നിനക്ക് നടക്കേണ്ട കാര്യങ്ങൾ, വ്യാഴം കൊണ്ട് എനിക്ക് കുറച്ച് കഷ്ടനഷ്ടമുണ്ട്, വെള്ളിയുടെ കുറച്ച് ബാധ്യതകളുണ്ട്, അതൊക്കെ മായക്കാരാ തീർത്ത് എനിക്ക് ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ് നീ ഇറങ്ങിക്കോ. രണ്ടു നേരം വെള്ളിട്ട് വെച്ചേക്കണം കേട്ടോ. ഈ ചെമ്പോലത്തകട് നിലത്ത് വിടരുത്, ഒരു ഉണ്ണികളെയും കാണിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ നിര്യാണം വന്ന സ്ഥലത്തോ പെറ്റ് പ്രസംഗിച്ച സ്ഥലത്തോ പോകുന്ന സമയത്ത് എൻ്റെ ചെമ്പോലത്തകട് കൊണ്ടുവരിക. അങ്ങനെ അഥവാ നീ അറിയാതെ കണ്ട് പോയി എന്നുണ്ടെങ്കിൽ അടുത്ത ദിനം വന്നു കഴിഞ്ഞിട്ട് അത് മാറ്റി വേറെ ചെമ്പോലത്തകട് കൈവശം വെച്ചേക്കണം കേട്ടോ. സമയം നല്ലതാ, വ്യാഴം പ്രസാദിപ്പിക്കുന്ന സമയം അതെല്ലാം ഞാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. അത് കൊടുക്കാനുള്ള ഉണ്ണിയുടെ കിട്ടാനുള്ള ഉണ്ണിയുടെയൊക്കെ പേര് എഴുതി കൊടുത്തു. അപ്പൊ ഉണ്ണി മുന്നിൽ നിൽക്കൂ, ഉണ്ണി മുന്നിൽ നിൽക്കൂ, ഉണ്ണി മുന്നിൽ നിൽക്കുമെന്ന് മനസ്സിലായില്ല. വരുന്ന ഉണ്ണിയുള്ള ആവശ്യം പറയുന്നത് കാര്യം പറയുന്നതൊക്കെ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നടത്തിത്തരാം. അല്ലെങ്കിൽ 2 മാസക്കാലം, അതായത് 60 ദിനം വരെ ആ ഉണ്ണിയുടെ സമയം കൊണ്ട് മാറാനുണ്ട്. മനസ്സിലായി? ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം വ്യാഴം പ്രസാദിക്കാൻ വേണ്ടിയിട്ട് ആ ഉണ്ണിയുടെ മാതാവിൻ്റെ സമയം കൊണ്ട് വെള്ളി കിട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കാൻ നിന്റെ സമയം കൊണ്ട് നല്ലതാ. അപ്പൊ നീ മുന്നിൽ നിന്ന് ഇറങ്ങി കളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരാം, മതിയാ. അപ്പൊ നിന്റെ ചുറ്റുവട്ടത്തുള്ള ഉണ്ണികളെ ഈ 2 ഭവനത്തിലെ ഉണ്ണികളെ പേര് എഴുതി കൊടുത്തേക്കാം. നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര് എഴുതി കൊടുത്തേക്കാം, നിന്റെ നക്ഷത്രം എഴുതി കൊടുക്കും. കൊണ്ടുവന്നിട്ടുണ്ടാവും, അതങ്ങോട്ട് കൊടുക്കും. ഇത്ര പിടി മണ്ണ് ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്ത് കിടക്കുന്ന ഇത്ര പിടി മണ്ണ് എൻ്റെയും മാതാവിൻ്റെയും പേരുള്ള മണ്ണ്. ആ മണ്ണിന്റെ പടിഞ്ഞാറ് വശത്ത് ഇന്ന ഭവനക്കാരൻ, തെക്ക് വശത്ത് ഇന്ന ഭവനക്കാരൻ, വടക്ക് വശത്ത് ഇന്ന ഭവനക്കാരൻ. ഇവരാരെങ്കിലും എൻ്റെ മണ്ണിന് വിറ്റുവില മാറാനായിട്ട് ആരെങ്കിലും വരുന്ന സമയത്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അവരെ കണ്ണ് മറച്ചു കെട്ടി ആ മണ്ണ് വിറ്റുവില മാറിത്തരണം എന്ന് പറഞ്ഞ് നീ ഇറങ്ങിക്കോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. എൻ്റെ ജോലി എന്നിട്ടാ നക്ഷത്രം എന്ന് പറഞ്ഞു സമയം നല്ലതാണല്ലോ. അധികാരികളുടെ കർമ്മല്ലേ? അധികാരിയാണോ? അല്ല, കോൺട്രാക്ട് ബേസിലല്ല. ഉണ്ണി പറഞ്ഞത് നാൽക്കാലിയുടെ ഔഷധശാലയല്ലേ? അതിങ്ങനെ വരൂ. അപ്പൊ എത്രയാ ഒരു ദിവസം വലിയ കൂലി? എന്താ നിനക്ക് സംഭവിച്ചേ? നിന്റെ ഭവനത്തിന് വല്ല കണക്കിൽ പഴവുണ്ടാ? തീർത്താ? അല്ല ഉണ്ണി, അത് തീർക്കാണ്ട് പറ്റില്ല. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. നിന്റെ ശരീരത്തിന് വേവലാതി ഉള്ളപ്പോൾ നീ എന്താ ചെയ്യാ? വേവലാതി തീർക്കോ വില്ലും വേലയ്ക്ക് പോവോ? നിന്റെ ഭവനത്തിലേക്ക് നീ എത്ര വെള്ളി കൊണ്ടുവന്ന് വെച്ചാലേ കടലിൽ കൊണ്ടുവന്നിട്ടൊരു വല്ല കാര്യം ഉണ്ടാ? കിണർ നികത്താം, കടൽ നികത്താൻ പറ്റുമോ? ഇല്ല. നിന്റെ ഭവനം അങ്ങനത്തെ ഒരു കണക്കില്ല, മനസ്സിലായില്ല? ഈ എത്ര അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് അടുത്ത ദിനം ചെലവായിരിക്കും. ശരീരസുഖം ഉണ്ടാവില്ല, മനസ്സുഖം ഉണ്ടാവില്ല, നേരത്തിന് അന്നം കഴിക്കാൻ പറ്റില്ല. ഈ വക വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം നീ എത്ര വെള്ളി എവിടെ നിന്നൊക്കെ വാങ്ങിച്ചോ, നിന്റെ സമയം നല്ലതാ, ആര് ചോദിച്ചാലും തരൂ, കർമ്മത്തിനും ദോഷം ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നീ ഇവിടേക്കാ കൊണ്ടുവരണേ? കാര്യമില്ല.
അപ്പൊ നീ ആ കണക്ക് തീർക്കാണ്ട് നീ എവിടെ പോയിട്ടും കാര്യമില്ല. നീ ആ ഭവനത്തിന്റെ പിഴവ് തീർക്കാണ്ട് നീ ഞാനെന്നല്ല ഏത് ഈ ഭൂമിയിൽ വെച്ച് ആരാധിക്കുന്ന ഒരു കരുക്കളുടെ അടുത്തും പോയിട്ട് കാര്യം. അത് തന്നെ പറഞ്ഞോളൂ. അത് തന്നെ ഞാനും പറഞ്ഞോളൂ. ഒരു ഭവനത്തിൽ ഒരു ചെറിയ പിഴവുണ്ട്. ആ പിഴവ് തന്നെയാണ്. അതായത് വരവിലേൽ കൂടുതൽ ചെലവിലാണ്. മനസ്സിലായേ? അപ്പൊ അത് തീർക്കാണ്ട് എന്താ ചെയ്യാവുന്ന? നിന്റെ സമയം നല്ലതാ. പൂരോരുട്ടാതി നക്ഷത്ര. അത് എങ്ങനെ നിൽക്കാന്ന് നീ കൊണ്ടുവരുന്നത് ഇവിടെ. പിഴവ് തീർത്തോ, ഞാൻ തരാന്ന് നിൽക്കും. നീ ആ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ് കൊണ്ടുവരും. എത്ര പേരുണ്ട് ഭവനത്തിൽ? ആരൊക്കെയെന്ന് പറഞ്ഞു? പെൺസന്താനത്തിന്റെ നക്ഷത്രം പറഞ്ഞു. സന്താനത്തിന്റെയോ? നിന്റെ പൂരെടുത്താൽ അല്ലേ? മാതാവിന്റെ പിതാവിന്റെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരെ പോലെ 2 അയ്യന്റെ കർമ്മം പ്രവർത്തിച്ച് ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, എല്ലാവരും മുഴിഞ്ഞ് അതിലൊരു പാത്രം നെയ്യ് കൊണ്ടുപോവാ. എന്നിട്ട് നിനക്ക് കണക്ക് തീർക്കാനുള്ള വെള്ളി ഞാൻ തരാം. അന്നാ കണക്ക് തീർക്കുവോ? മനസ്സിലായില്ല? എനിക്ക് കർമ്മം കഴിഞ്ഞിട്ട് നിനക്ക് കുറച്ച് വെള്ളി ഞാൻ ഒരു ഭാഗത്തുനിന്ന് തരപ്പെടുത്തി തരാം. ആ വെള്ളി കൊണ്ടുവന്ന് നീ കണക്ക് തീർക്കുന്നു ഭവനത്തിന്റെ. സത്യല്ലേ? ഇറങ്ങി വീട്ടിലെല്ലാവരും പേര് നക്ഷത്രം കൊണ്ടുവരിക, ഒരു കുറ്റി നെയ്യ് എല്ലാവരും ഇനി കൊണ്ടുവരിക, ഒരു കോടുമുണ്ട് കൊണ്ടുവരിക, ഒരു കുറ്റി മദ്യം കൊണ്ടുവരിക. പിന്നെ 10 കർമ്മം കണക്കിൻ്റെ 15 തെളിവ് വരും. എല്ലാവരും കയ്യിലോട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ പേര് എഴുതി കൊടുക്കണം. മാതാവിന്റെ, പിതാവിന്റെ, നിന്റെ പിണിയാളുടെ, നിന്റെ സന്താനത്തിന്റെ നിന്റെ തെളിവ് വരും. ഇതാ ഇത് ചെയ്യുന്നില്ല. ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു നാണയം കർമ്മം തീർത്താൽ നിനക്ക് 7 നാൾക്കുള്ളിൽ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് വെള്ളി തരപ്പെടുത്തി തരാം. ആ വെള്ളി കിട്ടിയാൽ നീ വേറെ ഒന്നും എടുക്കരുത്. ഇത് കണക്ക് തീർക്കാൻ എടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ തരപ്പെടുത്തി തരും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളി വാങ്ങിച്ച് ഞാൻ ഇതേ വേറെ ചെലവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ട. എന്തിനാന്നറിയാം? നിന്റെ കണക്ക്, ഭവനത്തിലെ കണക്ക് പഴച്ചു കിടക്ക. അടുത്തത് നിനക്കല്ല, നിന്റെ പിണിയാളർക്ക് കിട്ടും വില്ലും വേല. മനസ്സിലായില്ലേ? ശരീര സംബന്ധമായിട്ട് സുഖം ഉണ്ടാവില്ല. അവരുടെ മക ആരുടെ നക്ഷത്ര? പിണിയാളർ ചതയല്ലേ? ഞാൻ നിനക്ക് നീ ചോദിച്ച ഉണ്ണി അന്ന് തരാൻ പറ്റില്ല. ആ ഉണ്ണി ഇതെപ്പോ വെള്ളി വന്നിട്ട് നീ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഉണ്ണിയുടെ കയ്യിൽ ഞാൻ നിനക്ക് തരപ്പെടുത്തി തരും. ആ കിട്ടിയ വെള്ളി കൊണ്ട് കണക്ക് തീർത്തേക്കണം. എല്ലാവരും മുഴിഞ്ഞൊരു പാത്രം നെയ്യായിട്ട് നീ വാ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. നിനക്കതിന് വ്യാപാരം ഉണ്ടാക്കി തരണോ? അതല്ലോ വിറ്റ് വലമ നിന്റെ ആണോ അത്? അതായത് അതിനകത്തുള്ള സ്ഥാപനജംഗമ വസ്തുക്കൾ നീക്ക് വേറെ ആൾക്ക് കൊടുക്കണം അല്ലേ? അങ്ങനെയാണ്. അല്ലാണ്ട് ആ മണ്ണടക്കം കൊടുക്കാൻ പറ്റില്ല. മണ്ണ് നിന്റെ അല്ല. അതിനകത്തുള്ള പൊരുള് വേറെ ആൾക്ക് കൊടുക്കണം അല്ലേ? അതല്ല ആവശ്യം. നക്ഷത്രം പറഞ്ഞ നക്ഷത്രം നാമോദയം എത്ര വയസ്സായി? സ്നേഹബന്ധമുണ്ടായിട്ടുണ്ടോ? മംഗളത്തിന് മുമ്പ് സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഒരു സ്ത്രീ സാന്നിധ്യം കാണും. ആരായിട്ട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവൻ്റെ പ്രായം ഞാൻ അതൊന്നും പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന അതുകൊണ്ടാണ്. എനിക്ക് 5 നേരത്തെ നിസ്കാരക്കടമുണ്ട നിന്റെ നന്നായി. പ്രധാനപ്പെട്ട ചടങ്ങില്ല. അതെന്താ ചെയ്യാത്ത? അതിന് ഇന്ന സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ല. നിന്റെ കൊലക്കാർക്ക് 5 നേരം നിസ്കരിക്കാൻ ഇന്ന സ്ഥലം പറഞ്ഞിട്ടില്ല, ഇന്ന ഇടം പറഞ്ഞിട്ടില്ല, ദിക്കും പറഞ്ഞിട്ടില്ല. എന്താ
ഭവനത്തിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെതായ ആ ആലയത്തിൽ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. എന്നാ അപ്പൊ നീ ഒരു 10 കർമ്മം പ്രവർത്തിച്ച് ആ അതിന്റെ തിരുമുമ്പിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാ ആ മുറിയിറക്കി അക്ക നീ അത് കൊണ്ടുപോകും. ഒരു സ്ത്രീ പ്രതിമ, ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കല, 5 കോഴിമുട്ട, ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാ. വഴി ഞാൻ ഉണ്ടാക്കില്ല. അത് തന്നെയല്ലേ ചോദിച്ചേ പോണ്ടേ? അങ്ങനെ ഇപ്പൊ നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. എന്താ അല്ല എവിടെ തീർത്തം? നീ എൻ്റെ ചേരമാൻ്റെ അത്തരത്ത് പോയി അത് തീർത്ത് ഞാൻ തരാം. അതിൻ്റെ അപ്പുറത്ത് തീർക്കാനെങ്കിൽ വേറെ ഇടമൊന്നുമില്ല. ഒരു പച്ചപ്പെട്ട്, ഒരു ചന്ദ്രക്കല, ഒരു 5 കോഴിമുട്ട, ഒരു സ്ത്രീപ്രതിമ കൊണ്ടുപോവാം. എൻ്റെ കർമ്മം കഴിഞ്ഞ് ആ വഴിക്കും ഞാൻ വഴി ഉണ്ടാക്കി തരാം. 10 കർമ്മം പ്രവർത്തിക്കും. അതിൻ്റെ തിരുമുമ്പിൽ നിന്ന് ഒരു കൊണ്ട് മണ്ണ്, മനസ്സിലായില്ല? അതും എല്ലാത്തിനും തൊടിയിച്ചൊരു വെള്ളി. ഏത് വിക്കുകരന്മാരുടെ പൊരുളൊക്കെ വെച്ചില്ലേ, അതൊന്ന് തൊടിയിച്ചൊരു വെള്ളി. അതിൻ്റെ തിരുമുമ്പിൽ നിന്ന് ഒരു കൊണ്ട് മണ്ണ് നീ കൊണ്ടുപോരാ, ഞാൻ വിറ്റുവരാം. എന്റെ ശാപല്ല, നിന്റെ ഭവനത്തിലെ നിന്റെ സ്വന്തത്തിൽ വന്നതാ. അതിപ്പോഴൊന്നുള്ളതൊന്നല്ല അത്. അതായത് നീ 10 വെള്ളിക്ക് ഉദിച്ച് പൊന്തി കഴിഞ്ഞാൽ അപ്പൊ തീർന്നു. മനസ്സിലായ? നീ ഒന്ന് പൊന്തി വരുമ്പോഴേക്കും മനസ്സിലായേ? ഉണ്ണിയെ ചാരം കൂടുന്ന പട്ടില്ല. അല്ല ഇനിയാവറായിട്ട് കണ്ടിട്ടൊന്നും ചോദിക്കുന്നു. അതിന് സന്തോഷം, മനസ്സിലായില്ല? ചെയ്ത പ്രവൃത്തി അങ്ങനെയാ. സൗണ്ട് മാത്രല്ല ഉറവുണ്ട്. അപ്പൊ അതിന് ഞാനെന്താ പ്രവർത്തിക്കണ്ടേ? മനസ്സിലായില്ല? അതിന് അധികാരികളും കൂടി കാര്യങ്ങളും പ്രവർത്തിക്കണം. മനസ്സിലായില്ല? വെള്ളി ഭാഗത്ത് വേറെ മണ്ണ് കണ്ടുപിടിക്കണ്ടേ? എത്ര ഭവനക്കാർ മാറുള്ളത്? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ഈ 15 ഭവനക്കാർക്കും വെള്ളി കൊടുക്കാന്ന് ഉടമ്പടി വെച്ചതിന് ശേഷമല്ല ഓരോരുത്തരും മാറ്റുള്ളൂ അല്ലേ? ഞാൻ ചോദിച്ചത് ഈ 15 ഭവനക്കാരും ഒപ്പം നിന്നേക്കണം. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഒരുമിച്ച് നിന്നേക്കണം. നിനക്ക് വെള്ളി കിട്ടി നീ ഒപ്പുവെച്ച് നീ മാറിപ്പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ 15 ഭവനക്കാരും ഒരുമിച്ച് നിന്നാലേ കാര്യം നടക്കണം. മനസ്സിലായ? അപ്പൊ നീ നിന്റെ ആ കൊടുക്കേണ്ട തിരുമുമ്പിൻ്റെ ഒരു തൊട്ട് മണ്ണ് കൊണ്ടുപോയി ഒരു 10 കർമ്മം പ്രവർത്തിച്ചോ. ആ പറഞ്ഞ അധികാരി ആരാ, അവരുടെ പേര് അല്ലെങ്കിൽ അതിന്റെ ഉടമ ആരാ, അവരുടെ പേരെ കൊണ്ടുപോവാ. ഒരു മധു, ഒരു കോടിയാടോ, ഒരു പാത്രം തയ്ക്കുന്നു. ഞാൻ വഴി ഉണ്ടാക്കി അപ്പൊ ഈ വിവരങ്ങളെ താരത്തിന്റെ പേര് എന്റെ ഭവനത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ
അങ്ങനെ കിട്ടൂല. കണ്ട കാണൂല. നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൂണിൻ്റെ ഇപ്പറേ നിങ്ങൾ നിൽക്കുള്ളൂ. നീ ആ ഉണ്ണിയുടെ പേരിലഞ്ച്, നിന്റെ പേരിലഞ്ച് 10 കർമ്മം പ്രവർത്തിച്ച് ഒരു മധു, ഒരു കോടിയാളോ, ഒരു പാത്രം നെയ്യും. നിന്റെ പിണിയാളുടെ നക്ഷത്രം, പിണിയാളരുടെ പേര്, നിന്റെ സന്താനത്തിന്റെ നക്ഷത്രം, സന്താനത്തിന്റെ പേര്, മാതാവിന്റെ പിതാവിന്റെ പേര്, അവരുടെ നക്ഷത്രം. അതുപോലെ തന്നെ നീ ഇപ്പോൾ കലഹണ്ടാക്കി എന്നെ കൊണ്ടുനടക്കുന്ന ഒരു ഉണ്ണി എന്ന് പറഞ്ഞിട്ടു അങ്ങനെയുടെ ചിത്രനെ കൊണ്ടുപോകാം. നിന്നെ ഞാൻ നോക്കിക്കോളാം. പോരെ, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന്. ആ ഉണ്ണി എന്നെ തല്ലാൻ വിട്ട് എനിക്ക് ഇഷ്ടമേലേ തല്ലുള്ളൂ. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. എൻ്റെ ഏട്ടനും കൂടി ഉണ്ട് കൂടെ, ഞാൻ മാത്രമല്ല. എനിക്ക് ഇഷ്ടമേലല്ല നിന്നെ തല്ലുള്ളൂ. നീ എന്നെ അത്ര വിശ്വസിച്ചടക്കുന്നതും നീ പറഞ്ഞില്ല കൊട്ടുംപിടി ആലവാറായിട്ട് കുതിരകളി സമ്പ്രദായത്തിൽ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിക്കുന്ന ഉണ്ണി എന്നേലും മുൻപന്തിൽ നിന്റെ കൂടെ കാടി നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് നിന്നെ തല്ലാൻ പറ്റും. പറഞ്ഞു വിടുന്ന അല്ല, 41 ദിവസത്തിനുള്ളിൽ നീ നിന്നെ കൈപ്പൊക്കില്ല എന്നല്ല പറഞ്ഞേ. 41 ദിവസം അതിന്റെ അപ്പുറത്തും കഴിഞ്ഞിട്ട് കൈ പൊക്കാണ്ടിരുന്നാലല്ലേ അവർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. നീ പൊക്കോ, ഞാനല്ലേ പറഞ്ഞു. അതല്ല നിന്റെ കലാപരിപാടി അതുകൂടെ ചെയ്യാൻ പറ്റും. ചെറിയൊരു അതൊന്ന് വിചാരിക്കും. നീ വരുന്ന ഉണ്ണികൾക്ക് ഒരു ചെറിയൊരു എണ്ണത്തിനുള്ള വഴി ഞാൻ തരും ഇവിടെ വരുമ്പോ. പോരെ, നിന്റെ ആൾക്കാർക്ക് ഞാനല്ലേ പറഞ്ഞ കർമ്മം തുടങ്ങി വെക്കാം. അടുത്താളൊരു നീ പൊക്കോ തരാൻ. എനിക്കൊരു കാര്യം ചെയ്യണം. അവരെല്ലാവരും പേരുള്ള എഴുത്തായി. ചേച്ചി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേരായി കേട്ടോ. നീ പൊക്കോ, ഞാൻ തരാന്ന് പറഞ്ഞു. നീ പൊക്കോ, ഞാൻ തരാൻ. നിനക്ക് ആ ഉണ്ണി സന്താനത്തിന് അവിടെ നിന്ന് ഇറക്കി നിന്നെ അവിടെ തിരിച്ചു കയറ്റിയാ പോരെ. നീ പൊക്കോ. നിർത്തി നിന്നെ അവിടെ കഴിച്ചിരുത്തേ വേണ്ടു. നീ പൊക്കോ 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 പൊക്കോ, ഞാൻ തരാം. ദിവസം കാണുന്ന ആ കർമ്മസ്ഥലത്ത് എനിക്ക് ഇരിപ്പിടുണ്ടാക്കി തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണില്ല കേട്ടാ. ഇന്ന് വന്നു ഇനി 21 ദിവസം കഴിഞ്ഞിട്ടും കാര്യം ശരിയായില്ലെന്നുണ്ടെങ്കിൽ സ്വാമി ഒന്നുകൂടി കാണും കേട്ടാ. തകടില്ലേ കയ്യില്? കർമ്മം തീർച്ചയല്ല. തകടിൽ 350 വരും ഉണ്ടാവില്ല. അതല്ല, അപ്പൊ ഇനി വരുമ്പോ 21 ദിവസം കഴിഞ്ഞിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വരിക. അപ്പൊ തകിട് തരാം കേട്ടാ. ഇറങ്ങിക്കോ. അടുത്തുള്ളൊരു
രേഖ ഉണ്ടാവില്ലേ? അല്ല, കൊടുക്കുന്നതിന് രേഖ. കൊടുക്കുന്നതിന് രേഖ അല്ല, ചോദിച്ചു ഞാൻ. കൊടുക്കുന്നതിന് രേഖ ഇരുപത്തെട്ട് നാട് കഴിയുമ്പോൾ അതിനുള്ള വെള്ളി കൂടി കിട്ടില്ല. ഇവിടെ നിൽക്കുന്ന വെള്ളി അപ്പൊ ഏതാ ലാഭം? ഇനിയിപ്പോ എന്താ ചെയ്തത്? നീ എന്നെ കൊണ്ട് ഞാൻ ഇറക്കി. വ്യാഴം മട്ടണത്തിൽ പോയി നിൽക്കുന്നു. ഇടമാസം 10 കഴിയാണ്ട് നീ എന്തിന് ചിന്തിച്ചും കാര്യമില്ല. അപ്പൊ നീ എൻ്റെ വെള്ളാട്ടിന് മാത്രം ഞാൻ ഉണ്ടാക്കി തരാം. വെള്ളാട്ടിൻ്റെ തീയതി നീ പറയും. വെള്ളാട്ടിനോ അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ഞാൻ ആ പൈസ തിരിച്ചു തരുന്നു, വാങ്ങിച്ചു തരാമെന്നൊന്നും ഞാൻ നിന്നോട് ഈ നേരം പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ല. എൻ്റെ വെള്ളാട്ടിന് വരാനാ പറഞ്ഞപ്പോ നിന്റെ വ്യാഴം അഷ്ടമത്തിലാണ്. നിനക്ക് നല്ലൊരു കർമ്മസ്ഥാനം. ഇപ്പോൾ ആ കർമ്മസ്ഥാനം വരെ കളഞ്ഞ് നീ പോകും. നീ വെള്ളി കൊണ്ട് നിനക്ക് ശനി ഉണ്ടായ സമയത്ത് വെള്ളി മുഴുവനും പോയി തിരിച്ച് നീ 6 കടന്ന് പോയപ്പോൾ നിനക്ക് നല്ലൊരു കർമ്മസ്ഥാനം കിട്ടി. അവിടെ നിന്ന് നിനക്ക് പിടിച്ചു കയറി പോവായിരുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞു? ഇനി എൻ്റെ വെള്ളാട്ടിന് വാപ്പ ഞാൻ നിനക്ക് തീർപ്പുണ്ടാക്കി തരാം. മീനമാസം കഴിഞ്ഞ് മേടമാസം ആകുമ്പോഴേക്കും എൻ്റെ വ്യാഴം അനുഭവിച്ചു വരും. അതുവരെ നീ അതുവരെ തിരിഞ്ഞു കൊടുക്കണം. അല്ല, അത് ശരി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഒരു ഇല്ലത്ത് കാലം ഉറച്ചിട്ട് വേണ്ട ഒരു ഇല്ലത്തിൽ കാലം പിടിക്കണം. ഇതൊക്കെ ശരിയാണ്. തന്നെ മനസ്സിലായി. അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം എൻ്റെ അവിട്ടം നക്ഷത്രം മീനമാസം കഴിഞ്ഞു. നീ ഇതിനല്ലാണ്ട് ഒരു കുട്ടികൾ മനസ്സിലായില്ല. നീ ചോദിക്കുന്ന സ്ഥലത്ത് ഞാൻ തരാം. മനസ്സിലായ? എത്ര വയസ്സായി? സംസ്ഥാനത്തിൽ വ്യാഴത്തിൽ എത്ര പോയി? അതായിക്കോട്ടെ. അപ്പം നീ ഒരു 10 കർമ്മം പ്രവർത്തിച്ച് നീ കിട്ടുന്നതായ കർമ്മസ്ഥാനത്തിന് എഴുതി കൊടുത്ത് ഞാൻ വഴിയിലാക്കിയിട്ട് അതായത് 2 ആഴ്ചക്കാലം എനിക്കൊന്ന് കാത്തിരിക്കാമെന്ന് ഞാൻ നടപടിയില്ല. നിന്റെ കുട്ടിയെ ഞാൻ വരില്ല. അതെൻ്റെ കുറ്റല്ല. മനസ്സിലായില്ല? നീ നിന്റെ കുലത്തിലെ ഏത് ദൈവങ്ങളെ വിളിച്ചാലും നടക്കില്ല. അതായത് വ്യാഴം അനുകൂലത്തിലല്ല. അങ്ങനെ ഒരു സമ്പ്രദായം വ്യാഴം മനസ്സിലാവും. അപ്പോൾ 10 ഞാൻ 25 നിന്റെ വ്യാഴം അഷ്ടമത്തിൽ ഉപയോഗിക്കാം. ശനി അഷ്ടമത്തിൽ ഉപയോഗിക്കും. ഇത്
മീനമാസം പകുതി കഴിയുമ്പോൾ ഫുള്ള് മാറും. അപ്പം നിങ്ങൾക്ക് ഞാൻ തരാം. അതിൻ്റെ 2 ആഴ്ചക്കാലം സമയം